السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസായിലെ 37 വരെയുള്ള ആയത്തുകളാണ് അർത്ഥസഹിതം നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 38, 39, 40 3 ആയത്തുകൾ വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا. والذين ينفقون أموالهم, തങ്ങളുടെ സമ്പത്ത് ചിലവഴിക്കുന്നയാളുകൾ, റിആഅൻ നാസി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, വലാ യുഅ്മിനൂന ബില്ലാഹി, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, വലാ ബിൽ യൗമിൽ ആഖിരി, പരലോകത്തിലും വിശ്വസിക്കുന്നില്ല. വമൻ യകുനി ശൈത്വാനു ലഹു ഖരീനൻ, ചെകുത്താൻ ആരുടെയെങ്കിലും കൂട്ടാളിയാകുന്നുവെങ്കിൽ, ഫസാഅ ഖരീന, അവൻ എത്രത്തോളം മോശപ്പെട്ട കൂട്ടുകാരനാണ്. തൊട്ടു മുമ്പ് 37-ാമത്തെ ആയത്തിൽ നമ്മൾ പിശുക്കിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെ? ബുഖ്ല്. പക്ഷെ ഇവിടെ പറയുന്നത് ഇൻഫാഖാണ്. പക്ഷെ രണ്ടു കൂട്ടരും ചെകുത്താന്റെ കൂട്ടാളികളാണ്. ചെലവഴിക്കുന്ന ആളുകളും പിശുക്കുന്ന ആളുകളും ചെകുത്താന്റെ കൂട്ടാളികളാണ്. പക്ഷെ ചെലവഴിക്കുക എന്നിവിടെ പറയുന്നത് സാധാരണഗതിയിലുള്ള ഒരു ചെലവഴിക്കലല്ല. റിആഅൻ നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. മിക്കവാറും എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളുടെയും ആദ്യത്തെ ഹദീസായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ്. എല്ലാ കർമ്മങ്ങളും നിയ്യത്ത് കൊണ്ടാണ് തീരുമാനിക്കുക. ഒരു കർമ്മം ശരിയാണോ തെറ്റാണോ, അത് പ്രതിഫലാർഹമാണോ അതല്ല, അതിന് പ്രതിഫലം ലഭിക്കുകയില്ലേ എന്നൊക്കെ തീരുമാനിക്കുക അതിന്റെ ഉദ്ദേശശുദ്ധി പരിഗണിച്ചുകൊണ്ടാണ്. ഒരാൾ എന്തിനാണ് അത് ചെയ്തത് എന്ന് വെച്ചുകൊണ്ടായിരിക്കും അത് പരിഗണിക്കപ്പെടുക. അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എന്നിട്ട് അതൊന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തർക്കും അവരെന്താണോ വിചാരിച്ചത് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ, ഒരാള്, എല്ലാവരും ഹിജ്റ ചെയ്യാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഹിജ്റ ഇവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. അവരുടെ വീട്, അവരുടെ കുടുംബം, സമ്പത്ത് എല്ലാം ഉപേക്ഷിച്ചിട്ട് വരികയാണ്. എല്ലാവരും ഇങ്ങനെ ഹിജ്റ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരാൾ ഹിജ്റ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാളുടെ ഉദ്ദേശം ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് അയാൾക്ക് കിട്ടും. മദീനത്തല്ല, അവിടെ പോയാൽ നല്ല കച്ചവടം ചെയ്യാം. അപ്പൊ പോകുന്നു, ഇവരെന്തായാലും പോവാണല്ലോ, അവരുടെ കൂട്ടത്തിൽ നിന്ന് നമുക്കങ്ങ് പോയി കളയാം. ഔ ഇലംറഅത്തിൻ യൻകിഹുഹാ, അല്ലെങ്കിൽ ആരോ പറഞ്ഞു മദീനത്ത് നല്ലൊരു പെൺകുട്ടി ഉണ്ട്, നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ നല്ല സുന്ദരിയായൊരു പെണ്ണുണ്ട്, പോയാൽ നിനക്ക് അവളെ കെട്ടാം. എന്തായാലും വലിയൊരു സംഘം പോവല്ലേ, എന്നാ പിന്നെ ആ കൂട്ടത്തില് ഞാനും ഒന്ന് പോയി കളയാം. പക്ഷെ ഉദ്ദേശം എന്താ? ഇവരെ പോലെ ആത്മീയമോ ദീനീപരമോ ആയ ഉദ്ദേശമല്ല, ഭൗതികമായ എനിക്കൊരു പെണ്ണിനെ കെട്ടണം.
ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അപ്പൊ അവരുടെ ഹിജ്റ എന്ന് പറയുന്നത് എന്തിലേക്കാണോ അവർ ഉദ്ദേശിച്ചത് അതിലേക്കാണ് അവർക്ക് അവരുടെ ഹിജ്റ. അപ്പോ ഒരു കർമ്മം, ആ കർമ്മത്തിന്റെ ഗതി നിർണയിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഇശാ നമസ്കരിച്ചു. എല്ലാവർക്കും ഇശാ നമസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടുമോ? കിട്ടട്ടെ. എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എല്ലാവരും ഈ പള്ളിയിൽ വന്നത് നമസ്കരിക്കാൻ വേണ്ടി ആയിക്കൊള്ളണം എന്നില്ല. അയാളുടെ ഉദ്ദേശം വേറെ പലതും ആവാം. ഒരാൾ നല്ലൊരു ചെരുപ്പ് കിട്ടിയാൽ കക്കാനാണെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് ഇവിടെ വല്ലതും നമസ്കരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി നല്ലൊരു ചെരുപ്പ് എടുത്തു പോയി. ഇയാൾക്ക് ഇശാസ്കരിച്ചിന്റെ കൂലി കിട്ടുമോ? കൂലി കിട്ടില്ല. എന്ന് മാത്രമല്ല, അയാൾ കള്ളനാണ്, അയാൾക്ക് കുറ്റാണ് കിട്ടുക. പുറമൊക്കെ എന്താണ്, അയാളും ഇവിടെ വരുന്നു, അല്ലാഹു അക്ബർ, അയാളും നമസ്കരിച്ചു, പക്ഷേ അയാളുടെ ഉദ്ദേശം വേറെ. അപ്പൊ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും ആ കർമ്മത്തിന്റെ ഗതി നിർണയിക്കുക. ഇതുപോലെയാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ. അതിന്റെ ഉദ്ദേശ്യം നിഷ്കളങ്കമായിരിക്കില്ല. ഇപ്പം വിശദീകരിക്കാതിനപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം. ദാനധർമ്മം കൊടുക്കും, അല്ലെങ്കിൽ സംഭാവന കൊടുക്കും, പത്രക്കാരും ഫോട്ടോഗ്രാഫർമാരും ഉണ്ടെങ്കിൽ കൊടുക്കും. അതന്നെ ചിലപ്പോ കൊടുത്താലായി ആ ഫോട്ടോ എടുത്ത് നിങ്ങൾ ചിലപ്പോ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് 10 വട്ടം നടക്കേണ്ടി വരും. സാമൂഹ്യ പ്രവർത്തകരൊക്കെ ചിരിക്കുന്നുണ്ട്, എനിക്കറിയാം. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ പത്രത്തിൽ ഫോട്ടോ വരാൻ അവർ ഉഷാറായി. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്കത് കൊടുക്കണമെന്നില്ല. അവർക്ക് പ്രചാരണം, ജനങ്ങളെ കാണിക്കണം. ഇതിനാണ് റിയാ എന്ന് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില സംഭാവനകൾ അല്ലെങ്കിൽ ചില ദാനധർമ്മങ്ങൾ ജനങ്ങൾ അറിയേണ്ടതായിരിക്കും. ചിലത് രഹസ്യമായി ചെയ്യേണ്ടതായിരിക്കും. എങ്ങനെ ഇത് നിർണയിക്കുക? നമ്മൾ മുമ്പ് സൂറത്തുൽ ബഖറ നമ്മൾ പഠിച്ച സമയത്ത് അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമു. നിങ്ങളൊരു നേർച്ച നേർന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെലവഴിച്ചാൽ അല്ലാഹ് അതറിയാം. വമാ ലിസ്സാലിമീന മിൻ അൻസർ. അക്രമികൾക്ക് യാതൊരു സഹായിയെയും അല്ലാഹു നൽകുകയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ. ദാനധർമ്മങ്ങൾ നിങ്ങൾ പരസ്യമായി ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് തന്നെ. വഇൻ തുഖ്ഫൂഹാ വതുഅതൂഹൽ ഫുഖറാ. നിങ്ങൾ രഹസ്യമായി ദാനധർമ്മം ചെയ്യുകയും അത് പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും. അത് നിങ്ങൾക്ക് ഉത്തമമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതും ഈ പറഞ്ഞ തമ്മിലൊരു വ്യത്യാസമുണ്ട്. അവിടെ ആദ്യം പറഞ്ഞ ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ പരസ്യമാക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളത് രഹസ്യമാക്കുകയും പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, നേരത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പരസ്യമായി കൊടുക്കുമ്പോൾ അത് കൂടുതൽ നല്ലതാണ്. അതെന്തിനാ ഇവിടെ രഹസ്യമായി കൊടുക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞത്? നിങ്ങളൊരു പാവപ്പെട്ട ആൾക്ക് ഒരു സഹായം കൊടുക്കുകയാണെങ്കിൽ അയാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ അത് പരസ്യപ്പെടുത്താൻ പാടില്ല. ഒരു പാവം സാധുവായ മനുഷ്യനുണ്ട്, അയാൾക്ക് ഞാൻ കുറച്ച് സഹായം കൊടുക്കുകയാണ്. ആ സഹായം എല്ലാവരും വരി, ഞാൻ ഇയാൾക്ക് 100 ദീനാർ കൊടുക്കുന്നുണ്ട്, ഒരു ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് ഇന്നാള് സഹായം കൊടുക്കുന്നു. അത് അയാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് വഇൻ തുഖ്ഫൂഹാ വതുഅതൂഹാ അൽ ഫുഖറാ. നിങ്ങൾ രഹസ്യമായി അത് കൊടുക്കുകയും അത് പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. മറ്റതിപ്പോ നിങ്ങൾ ഒരു സ്ഥാപനത്തിന് ഒരാൾ സംഭാവന കൊടുക്കുന്നത്
അത് പരസ്യമായി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം അത് ഒരു മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ഒരു മോട്ടിവേഷൻ ആയെങ്കിലും ഇതാണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ ഇയാളുടെ ഉദ്ദേശം ഞാനൊരു സംഭാവന കൊടുക്കുന്ന ആളാണ് എന്ന് നാളെ ആൾ അറിയട്ടെ എന്നാണെങ്കിൽ അതോടുകൂടി പോയി. അല്ലാത്ത രൂപത്തിൽ പരസ്യമായി സംഭാവന കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തതുകൊണ്ട് അയാളുടെ അഭിമാനത്തിന് ക്ഷതമൊന്നും സംഭവിക്കില്ല എന്നാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ രഹസ്യമായി കൊടുക്കേണ്ടത് സാധുക്കൾക്ക്, പാവങ്ങൾക്ക്, അവർക്ക് നിങ്ങൾ സഹായം കൊടുക്കുകയാണെങ്കിൽ അത് നാലാൾ അറിയേ, എല്ലാവരും കാണുക കൊടുക്കരുത്. അതാണ് ഖുർആനിന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് നിങ്ങളെ ചെകുത്താന്റെ കൂട്ടുകാരായതുകൊണ്ട് ചെയ്യാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ, സബ്അത്തുൻ 7 കൂട്ടർ, 7 ആളുകൾ, യുദില്ലുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി ഫീ ളില്ലി, നാളെ അള്ളാഹു അവർക്ക് പ്രത്യേകമായ തണല് വീഴ്ച കൊടുക്കും. യൗമലാ ളില്ല ഇല്ലാ ളില്ലു, അന്ന് അള്ളാഹുവിന്റെ തണലല്ലാതെ വേറൊരു തണലും ആർക്കും തരാൻ പറ്റില്ല. ആ ഒരു അവസരത്തിൽ 7 കൂട്ടർക്ക് അള്ളാഹു പ്രത്യേകം കൊടവിരിച്ചു കൊടുക്കും. അതിൽ 7 കൂട്ടർ പറയുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിതിന്റെ അവസാന ഭാഗം മാത്രം പറയാണ്. വറജുലുൻ, 7ാമത്തെ ആള്, ഒരാള് തസദ്ദഖ ബിസദഖത്തിൻ, അയാൾ ഒരു ദാനധർമ്മം ചെയ്തു. ഫഅഖ്ഫാഹ, എന്നിട്ട് അത് രഹസ്യമാക്കി വെച്ചു. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ സനഅത് യമീനു, തന്റെ വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈ അറിയുക വരെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഗോപ്യമാക്കി വെച്ചു. അയാൾക്ക് നാളെ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക കുട കിട്ടും. അയാൾക്ക് നാളെ അള്ളാഹുവിന്റെ പ്രത്യേകമായ തണല് കിട്ടും. കാരണം ആ ദാനധർമ്മം അയാളെ രഹസ്യമാക്കി വെച്ചു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരസ്യമായി നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ രഹസ്യമായി ചെയ്യുന്ന ദാനധർമ്മത്തിന് പ്രത്യേകമായ പ്രതിഫലം ഉണ്ടാവും. വേറെ ആരും അറിയാത്ത, നിങ്ങൾ മാത്രം അറിയുന്ന, നിങ്ങളും ആ കൊടുത്തയാളും മാത്രം അറിയുന്ന ദാനധർമ്മങ്ങൾക്ക് നാളെ പടച്ചവൻ പ്രത്യേക തണലിട്ട് തരുമെന്നാണ് മുത്തഫഖുൻ അലൈഹിയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ഹദീസിൽ കാണുന്നത്. ശരിക്കും ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഷിർക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അല്ലെ? പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. ഷിർക്ക് പ്രധാനമായും 2 തരമുണ്ട്. അശ്ശിർക്കുൽ അക്ബർ വശ്ശിർക്കുൽ അസ്ഗർ. ഏറ്റവും വലിയ ഷിർക്ക്, അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നൊരാൾ വിളിക്കുന്നത് ഏറ്റവും വലിയ അപരാധമാണ്. അല്ലെങ്കിൽ മമ്പർത്ത തങ്ങളെ രക്ഷിക്കണേ എന്നാണ് ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് അള്ളാഹ് പൊറുക്കാത്ത ഏറ്റവും വലിയ അപരാധമാണ് ഷിർക്കുൽ അക്ബർ. അള്ളാഹുവിനെ പോലെ വേറൊരാളുണ്ട് എന്ന് വിശ്വസിക്കുക. അള്ളാഹുണ്ട്, അള്ളാഹുവിനെ പോലെ കഴിവുള്ള വേറെ ആൾക്കാരുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് ഷിർക്കുൽ അക്ബറാണ്. എന്നാൽ ഷിർക്കുൽ അസ്ഗറുടെ ഏറ്റവും ചെറിയ ഷിർക്ക്, അത് ഷിർക്കാണ്. അത് റിയാ ആണ് എന്നാണ് പറയുന്നത്. റിയാ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ പറയാം ലോകമാന്യം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ലോകമാന്യ തിലകൻ എന്നൊക്കെ പറയണ അതല്ല. ലോകമാന്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിനാണ് റിയാ എന്ന് പറയാം. പ്രകടനാത്മകത. ഈ പ്രകടന പത്രികയ്ക്ക് പണ്ട് സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട്, അതിലൊരു കാര്യമില്ല, കാരണം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, ചെയ്യാനുള്ളതല്ല എന്ന് പറയുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിനാണ് റിയാ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ശിർക്കുൽ അസ്ഗർ. നിങ്ങളിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് എന്താണെന്നറിയോ? ചെറിയ ശിർക്കാണ്. അപ്പോ സഹാബിമാർ ചോദിച്ചു, വമ ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്? റസൂലെ, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഇതെന്താ ചെറിയ ശിർക്ക്? ശിർക്ക് അങ്ങനെ വലുതും ചെറുതും ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അരിയാ, അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് എന്താന്ന് വെച്ചാൽ, നമ്മൾ നമസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? അള്ളാഹ്ക്ക് വേണ്ടി.
പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ സ്ഥാനത്ത് ജനത്തെ കാണിച്ചു. മറ്റേ ആള് ഞാൻ നിസ്കരിക്കുന്ന ആളാന്ന് അയാൾ കാണിച്ചു, എനിക്ക് നിസ്കരിക്കൊന്നും വേണ്ട. പക്ഷെ മൂപ്പരിന്റെ കൂടെ ഉണ്ടായിരിക്കേ ഞാൻ ഇപ്പൊ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ മോശമാണ്, അതുകൊണ്ട് ഞാൻ ഇന്നത്തെ നിസ്കാരം മൂപ്പർക്ക് വേണ്ടി, എന്റെ നിസ്കാരം മൂപ്പർക്ക് നേർച്ചയും. ഇപ്പൊ എന്താ സംഭവിച്ചത്? അള്ളാഹുവിന് കൊടുക്കേണ്ട നമസ്കാരം ഞാൻ വേറൊരു സൃഷ്ടിക്ക് കൊടുത്തു. അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഷിർക്കുൽ അസ്ഗർ. പക്ഷെ അതത്ര ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കുമുശ് ശിർക്കുൽ അസ്ഗർ, ഏറ്റവും ചെറിയ ശിർക്കാണ് ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് സഹാബിമാർ ചോദിച്ചത് അതെന്താ? നമുക്ക് എല്ലാവരും പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് ഇതാണ്, അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ. ഇവിടെ നമസ്കാരക്കാർക്ക് നാശം എന്ന് പറയുന്നുണ്ട്. ഫവൈലുൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്നിട്ട് പറയണം അല്ലദീനഹും യുറാഊൻ. നിസ്കാരത്തിന്റെ കാര്യത്തിലൊന്നും അവർക്ക് ഒരു ശ്രദ്ധയില്ല. പക്ഷെ അവർ ചിലപ്പോഴൊക്കെ നമസ്കരിക്കും. എന്തിനാന്നറിയും? ഇല്ലെങ്കിൽ മോശമല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ തോന്നുമ്പോ സല്ലി എന്ന് പറയും. എന്തായി തോന്നുമ്പോ സല്ലി അറിയാമോ? നമസ്കരിക്കും. ചിലപ്പോൾ വെള്ളിയാഴ്ച മാത്രം പള്ളിക്ക് വരും. വെള്ളിയാഴ്ചയും കൂടി പള്ളിക്ക് വന്നിട്ടില്ലെങ്കിൽ ഇയാൾ മുസ്ലിം അല്ല എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചെങ്കിലോ. അതുകൊണ്ട് വെള്ളിയാഴ്ച ഒന്ന് തല കാണിക്കും. അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അയാൾ ചെയ്യുന്നത്. അയാൾ ദീനിൽ നിന്ന് പുറത്താന്നാണ് അള്ളാഹു പറയുന്നത്. അയാൾ ദീനിന്റെ അകത്തില്ല, അയാൾ ദീനിന്റെ പുറത്താണ്. അപ്പൊ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് ഈ സൂറത്തുൽ മാഊന്റെ അവസാനത്തെ ഈ ആയത്ത്, അതിന് തൊട്ടുമുമ്പുള്ള, അതായത് സൂറത്തുൽ മാഊൻ 6-ാമത്തെ ആയത്ത്. സൂറത്തുൽ നിസാഇല് ഇനി വരാൻ പോകുന്നുണ്ട് 142-ാമത്തെ, ഇന്നൽ മുനാഫിഖൂന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഉഹും. തീർച്ചയായും കപട വിശ്വാസികൾ അള്ളാഹിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്, പക്ഷെ അവരെ തന്നെയാണ് ചതിക്കുന്നത്. വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, നമസ്കാരത്തിന് നിന്നാൽ അവർ ആകെ മടിയായി. യുറാഊനന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവിടെ നമസ്കരിക്കുന്നൊക്കെ ജനങ്ങളെ കാണിക്കാനേ. അള്ളാഹിനെ അവർ വളരെ കുറച്ച് മാത്രമേ ഓർക്കുള്ളൂ. ജനങ്ങളെയാണ് അവർ കാര്യമായിട്ട് ഓർക്കുക. അപ്പൊ ജനങ്ങളെ പേടിക്കേണ്ടതില്ലേ? ജനങ്ങൾ പേടിക്കേണ്ടതില്ലേ? നമ്മൾ കാരണം ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും? അല്ലേ? ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും? അതൊരു നല്ല വിചാരമാണ്. ഇപ്പൊ നമ്മൾ നല്ല തുണിയും കുപ്പായൊക്കെ ഇടുന്നത് എന്തിനാ? കുപ്പായ ഇടാറോടുകൂടി നടന്നുണ്ട്. അപ്പോ ഒരാള് പറയാണ്, എടാ ചെങ്ങായി നീ ഇങ്ങനെ നടന്ന ആൾക്കാരൊക്കെ എന്താന്ന് ഇതിനെ കുറിച്ച് വിചാരിക്കും. ആളെന്ത് വിചാരിച്ചോടെ എനിക്കെന്താ കുഴപ്പം തന്നെ നടക്കണം. അങ്ങനെ ഉണ്ടോ? ജനങ്ങൾ കണ്ടാൽ മോശമുള്ള കാര്യം എന്തായിരുന്നാലും പരസ്യമായി ചെയ്യാൻ പാടില്ല, അതിൽ കാര്യം. പക്ഷെ അതല്ല റിയാദ് എന്ന് പറയുന്നത്. റിയാദ് എന്ന് പറയുന്നത് ഇയാള് ജനങ്ങളില്ലെങ്കിൽ ചെയ്യില്ല, ജനങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യും. ഇതിനാണ് റിയാദ് എന്ന് പറയുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അയാൾ ചെയ്യുന്നത്. വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസി വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്. അഹങ്കാരത്തോടുകൂടിയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും അള്ളാന്റെ മാർഗത്തിൽ വീട് വിട്ടിറങ്ങിയ ആൾക്കാർ. ഇത് നമ്മൾ വിചാരിക്കുന്നത് വേറെന്തോ കാര്യത്തിന്, നല്ല നല്ല കാര്യത്തിന്, യുദ്ധത്തിന് വരെ. ഇപ്പോ മുജാഹിദുകൾ എന്തായാലും സ്വർഗത്തിലാണ്, അല്ലേ? മുജാഹിദുകൾ സ്വർഗത്തിലാണ്. മറ്റേ മുജാഹിദല്ല, ഇത് നമ്മുടെ നാട്ടിലെ സംഘടനയുടെ മുജാഹിദല്ല. മുജാഹിദുകൾ എന്ന് പറയുന്നത് അള്ളാഹിന്റെ മാർഗത്തിൽ പടപൊരുതുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവർ, ഷഹീദായവർ സ്വർഗത്തിലാണ്. പക്ഷേ ചില ഷഹീദുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കില്ല. എന്താ കാരണം എന്നറിയാം? അവർ ഷഹീദൊക്കെ തന്നെയാണ്, പക്ഷേ അവർ ആ ഷഹീദായത് ഞാനൊരു മുജാഹിദാണ്, ഞാനൊരു പോരാളിയാണ്,
ഞാനൊരു അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു സമരം ചെയ്ത് രക്തസാക്ഷിയായ ആളാണെന്ന് 4 ആൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് യുദ്ധം ചെയ്തതാണ്. അപ്പൊ അള്ളാഹു പറയുന്നത് അതെനിക്ക് കിട്ടി. ആൾക്കാരൊക്കെ പറഞ്ഞു, ഓ എന്തൊരു നല്ല പടയാളി, എന്തൊരു നല്ല പോരാളി, ഇതല്ല നീ വിചാരിച്ചത്, അതെനിക്ക് കിട്ടി, ഇവിടെ നിനക്കൊന്നുമില്ല. ആലോചിച്ചു നോക്കി, എത്ര രക്തം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച രക്തസാക്ഷിക്ക് വരെ അത് ചെയ്തത് ജനങ്ങളെ കാണിക്കാനാണെങ്കിൽ അയാൾക്ക് ഒരു പ്രതിഫലവും നാളെ അള്ളാന്റെ അടുത്തില്ല. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ വളരെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞത്. വമാ അൻഫഖ്തും മിൻ ഖൈരിൻ വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും, നേരത്തെ സൂറത്തുൽ ബഖറയിലെ പറഞ്ഞു അത് അള്ളാഹ് കാണും. പക്ഷേ നിങ്ങൾ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരസ്യമായി ചെയ്തോളൂ, പക്ഷെ രഹസ്യമായി ചെയ്യേണ്ടതൊക്കെ രഹസ്യമായി തന്നെ ചെയ്യണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം അബൂദാവൂദ് ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. യാ അയ്യുഹന്നാസ് ഇയ്യാകും വശിർക്കസ് സറായിർ. ഷിർക്കുൽ ഖഫീ എന്ന് ചില ഹദീസുകളുണ്ട്. മറഞ്ഞിരിക്കുന്ന ശിർക്ക് നിങ്ങൾ പേടിക്കണം. അപ്പൊ ഇവര് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമശ്ശിർക്കുസ് സറായിർ. അപ്പൊ റസൂൽ പറഞ്ഞു, യൗമ യഖൂമുർ റജുലു ഫയുസല്ലി യഖൂമുർ റജുലു ഫയുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു. ഒരാൾ നിസ്കരിക്കാൻ നിന്നു. അപ്പൊ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കാരമൊക്കെ ഒന്ന് മൊഞ്ചാക്കി. ജനങ്ങളെ നിസ്കാരം ഇപ്പൊ 4 ആൾ കാണുന്നുണ്ട് എന്നുള്ളത് മൂപ്പര് നിസ്കാരമൊക്കെ ഒന്ന് മൊഞ്ചാക്കി. അങ്ങനെ ചെയ്യുന്ന ആളാണ് ഫദാലിക ശിർക്കുസ് സറായിർ. അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഒരാള്, അയാള് സഹായം ആവശ്യമുള്ള ആളാണ്. ഒരാൾ 50 ദീനാർ കൊടുത്തു, വേറൊരാൾ 1 ദീനാറും കൊടുത്തു. ഒരാൾ 50 ദീനാർ കൊടുത്ത് വേറൊരാൾ 1 ദീനാർ കൊടുത്തു. ഈ 50 ദീനാർ കൊടുത്ത ആൾക്ക് ഒരു പ്രതിഫലവും കിട്ടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ആൾക്ക് ശിക്ഷ കിട്ടും. ഈ 1 ദീനാർ കൊടുത്ത ആൾക്ക് ഒരുപാട് ഇരട്ടി പ്രതിഫലവും കിട്ടും. അതെങ്ങനെയാണ്? ഈ സിമ്പിൾ പറഞ്ഞ ഈ 50 ദീനാർ കൊടുത്താൽ എല്ലാവരും കണ്ടോളിട്ടോ, അതാ 50 ദീനാർ കൊടുക്കുന്നുണ്ട്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 50 ദീനാർ കൊടുത്തത്. അയാൾ കൊടുത്തൊക്കെ ശരിക്കും കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയക്കാരന്മാരെ കൊടുക്കുന്നുണ്ട്, കൊടുക്കായിരുന്നില്ല, കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് 1 ദീനാർ കൊടുത്താൽ ആരും കാണരുത് എന്ന് വെച്ച് പോണ വഴിക്ക് ആരും കാണാതെ 1 ദീനാർ അയാൾ കൊടുത്തതാണ്. അതാണ് 1 ദീനാർ 50 ദീനാറിനേക്കാൾ പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ ദാനധർമ്മം കൊടുക്കുമ്പോൾ രഹസ്യമായിട്ട് വ്യക്തികൾക്കാണെങ്കിൽ രഹസ്യമായിട്ട് കൊടുക്കുക എന്നത്, ഇപ്പൊ നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ പഠിച്ചിട്ടുള്ള വേറൊരു കാര്യം, നിങ്ങൾ ദാനധർമ്മങ്ങൾ നിങ്ങൾ മഞ്ഞുകൊണ്ടും അത കൊണ്ടും നശിപ്പിക്കരുത് എന്ന്. ആയത്ത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ സദഖ കൊടുത്തിട്ട് മഞ്ഞുകൊണ്ടും അത കൊണ്ടും അതിനെ നശിപ്പിച്ച് കളയരുത്. എന്താ ഈ മഞ്ഞ് പറഞ്ഞാൽ? കൊടുത്തത് എടുത്തു പറയാം. കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോൾ 100 ദിനാർ കൊടുത്തു. കൊടുക്കാൻ അടുത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ കൊടുത്തു. 4 ആളെ അടിയിൽ വെച്ചിട്ട് മുമ്പ് അങ്ങനെ പറയാണ്. പിന്നെ അടുത്ത മാസം വരുമ്പോൾ ഞാൻ 2 മാസം മുമ്പ് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ എൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ കൊടുത്തു. ഇതാണ് മഞ്ഞ്. അതാന്ന് പറഞ്ഞാൽ കൊടുത്തതിന്റെ പേരിൽ ഇത് വാങ്ങിയ ആളോട് അയാള്, എടാ നിനക്കല്ല ഞാൻ കഴിഞ്ഞ മാസം 1000 റുപ്യ തന്നത്, എന്താ എന്നെ കാണുമ്പോ നീ ഒന്ന് ബഹുമാനിക്കാത്തത്? എന്നെ കാണുമ്പോ ഒന്ന് തുണിയൊക്കെ അഴിച്ചിട്ടുണ്ടേ, ഞാനല്ല നിനക്ക് സഹായം തന്നത്. അപ്പൊ ഞാൻ നിനക്ക് സഹായം തന്നു എന്നുള്ളത് കൊണ്ട് നീ എന്നോട് വിധേയപ്പെട്ടിരിക്കണം എന്ന് പറയുന്നതാണ് അതാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇവര് കല്ലദീ യുൻഫിഖു മാലഹു റിആഅൻ നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വലാ യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇവിടെ ഈ സൂറത്തുൽ നിസായിൽ പറഞ്ഞ അതേ കാര്യം തന്നെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, 264-ാമത്തെ. ഇയാൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അള്ളാഹുവിൽ അയാൾക്ക് വിശ്വാസമല്ല, പരലോകത്തിലെ ആൾക്ക് വിശ്വാസമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ അവര് കൊടുത്താൽ അവർക്ക് നഷ്ടപ്പെടുക ചെയ്യുക, കൊടുത്താലൊന്നും അവർക്ക് കിട്ടൂല. നേരെ മറിച്ച് കൊടുത്താൽ നേടുന്നവർ രഹസ്യമായി കൊടുക്കുകയും അതിനെ രഹസ്യമാക്കി വെക്കുകയും ചെയ്താൽ അതിന് കൂടുതൽ കൂലി ലഭിക്കും, പ്രതിഫലം ലഭിക്കും. എന്നിട്ട് ഈ ആയത്ത് അവസാനിക്കുന്നത്
വമൻ യകുനി ശൈത്വാനു ലഹു ഖരീനൻ ഫസാഅ ഖരീനാ. ഖരീൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നല്ലൊരു പേരാണല്ലേ. പേരൊക്കെ രസം തീയച്ചിട്ട് കുട്ടിയൊക്കെ കൊണ്ടുവരണ്ടാവും. ഖരീൻ എന്ന് പറഞ്ഞാല് ശരിക്കും ഖരീൻ എന്ന് പറഞ്ഞാൽ ആത്മസുഹൃത്ത് എന്നുള്ള അർത്ഥം. പക്ഷെ ഈ ഖരീൻ എന്നത് ചെകുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് കാണാം. വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാനെ മറന്ന ആൾക്ക് ഞാനൊരു കൂട്ടുകാരനെ ഉണ്ടാക്കി കൊടുക്കും. കൂട്ടുകാരൻ മാത്രമല്ല പറഞ്ഞത്, നുഖയ്യിദ് ലഹു ശൈത്താനൻ, ചെകുത്താനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഖരീൻ, ഒരു സുഹൃത്തായിട്ട്. നമ്മുടെയൊക്കെ ധാരണയിൽ ചെകുത്താൻ ആരാ? നിങ്ങൾ ആരെങ്കിലും ചെകുത്താനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? കാണണം. കാണാൻ പറ്റും, ചെകുത്താനെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കണേ ചെകുത്താനെ കാണാൻ പറ്റില്ല. നിങ്ങൾ അപ്പുറത്തുപ്പുറത്ത് നോക്കിയാൽ ചിലപ്പോൾ കാണാം. ഇവിടെയുള്ള ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അങ്ങോട്ട് ഇവിടെ നോക്കണ്ട. പക്ഷെ നമ്മൾ വിചാരിക്കും ചെകുത്താൻ എന്ന് പറഞ്ഞാൽ ജിന്നാണെന്ന്. ചെകുത്താൻ എന്ന് പറഞ്ഞാൽ ജിന്നാണെന്നാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്തുൻ നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസി മിനൽ ജിന്നത്തി വന്നാസ്. ഖന്നാസിനെ അല്ലാഹു പരിചയപ്പെടുത്തണം. അത് നിങ്ങൾ വിചാരിക്കണ മാതിരി വെറും ജിന്നുകൾ മാത്രമല്ല. മിനൽ ജിന്നത്തി വന്നാസ്. ചിലപ്പോ എന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആളും ആരാകാം? ചെകുത്താനാകാം. അയാളെ കുറിച്ചാണല്ലോ പറയുന്നത്. നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാനെ മറന്ന് ജീവിച്ചാൽ പിന്നെ അവന് കള്ളുപിടിക്കാനും പെണ്ണ് പിടിക്കാനും ഒക്കെ ആയിട്ട് ഒരു ചങ്ങായി ഉണ്ടാവും. ഓ നല്ല കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ടാവും, ഓ നല്ല പാൻ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. ആള് നല്ല മനുഷ്യനായിരിക്കും, പക്ഷെ ആള് ചെകുത്താനാണ്. കാരണം ഇവരെ നേരത്തെ പറഞ്ഞ പോലെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ഈ ആളെയാണ് അള്ളാഹ് ഏർപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ പടച്ചവന്റെ ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയാൽ ഒരു ചെകുത്താൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവിടെ അള്ളാഹ് പറഞ്ഞത് ഖരീൻ. ഇവിടെ അള്ളാഹ് പറയുന്നത് ഒരാൾക്ക് സുഹൃത്തായിട്ട് ഒരു ചെകുത്താൻ വന്നാൽ പിന്നെ അത് എത്ര മോശപ്പെട്ട അവന്റെ കാര്യം എടുക്കല്ല എന്നാണ്. അതുകൊണ്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കുക. പിന്നെ അള്ളാഹ് പറയണ അലൈഹിം, ഇവർക്ക് എന്താണ് കുഴപ്പം? അടുത്തായിട്ട് സൂറത്തു നിസാ 39 ലൗ ആമനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരുന്നുവെങ്കിൽ. നേരത്തെ പറഞ്ഞത് എന്താണ്? ഇവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് പടച്ചോനിലും വിശ്വാസമല്ല, പരലോകത്തിലും വിശ്വാസമല്ല. പക്ഷെ ഇപ്പൊ അള്ളാഹ് പറയണ്ട, ഇവർക്ക് എന്താ പറ്റിയത്? ഇവർക്ക് എന്താ മര്യാദക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചാല്? ഇവർക്ക് എന്താ അള്ളാഹുവിലും പരലോകത്തിലും ഒന്ന് വിശ്വസിച്ചാല്? എന്നിട്ട് അള്ളാഹ് അവർക്ക് കൊടുത്തിട്ടുള്ള സമ്പത്തിന് അവർ ചെലവഴിക്കുകയും ചെയ്താൽ എന്താ? ഇപ്പൊ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. മറ്റവർ ചെലവഴിക്കുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമല്ല, പരലോകത്തിലും വിശ്വാസമല്ല. അപ്പൊ അള്ളാഹ് ചോദിക്കാണ്, പൊന്നാര ചങ്ങാതിമാരെ, നിങ്ങൾക്ക് അള്ളാഹുവിലും പരലോകത്തിലും ഒന്ന് വിശ്വസിച്ചിട്ട് സമ്പത്ത്, ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് മര്യാദക്ക് ചെലവഴിച്ചാൽ എന്താണ്? വകാനല്ലാഹു ബിഹിം അലീമാ. അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചൊക്കെ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ ജനങ്ങളെ കാണിക്കാനാണെങ്കിൽ നിങ്ങൾ ഒന്നാമതായി അള്ളാഹുവിൽ വിശ്വസിക്കുക, രണ്ടാമതായി പരലോകത്തിൽ വിശ്വസിക്കുക, മൂന്നാമതായി അള്ളാഹുവിന്റെ ദീനിൽ വേണ്ടി ചെലവഴിക്കുക. എന്നാൽ അള്ളാഹു അത് പ്രത്യേകം കണ്ടറിയുന്നവനാണ്. 40-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അണുമണി തൂക്കമാരോടും അക്രമം കാണിക്കുകയില്ല. വഇൻ തകു ഹസനതൻ യുളാഇഫുഹാ. നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ, നന്മയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ അത് ഇരട്ടിയാക്കി കൊടുക്കും. യുഅ്തി മിൻ ലദുൻഹു അജ്റൻ അളീമാ.
തന്റെ പ്രത്യേകമായ പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു അത് ഇരട്ടിയാക്കി കൊടുക്കും. ഇത് ഒരുപാട് ആയത്തുകളിൽ നമ്മൾ പഠിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരു വിത്ത് നടുന്നത് പോലെയാണ്. അതിൽ നിന്ന് 7 കതിരുണ്ടായി. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചതാണ്. ഒരൊറ്റ ധാന്യം നിങ്ങൾ കുത്തി കുഴിച്ചിട്ടാൽ അത് 700 ധാന്യമായി മാറും എന്നതുപോലെയാണ് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ഒരു ഫിൽസ് ചെലവഴിച്ചാൽ, ഒരു ദീനാർ ചെലവഴിച്ചാൽ അത് 700 ഇരട്ടിയായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുത്തഫഖുൻ അലൈഹി ആയി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, കുല്ലു അമലി ബിനി ആദമ യുളാഅഫ്. മനുഷ്യന്റെ കർമ്മങ്ങളൊക്കെ ഇരട്ടിപ്പിക്കും. അൽ ഹസനത്തു ബി അശരി അംസാലിഹ. ഈ നല്ല കർമ്മങ്ങൾ 10 ഇരട്ടി വർദ്ധിക്കും. ഇലാ 700 അൽഅഫ്, 700 ഇരട്ടി വരെ. ചിലപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതിന് ഇൻറ്റു 10 ആയിരിക്കും, അതിന്റെ ഒരു 10 ഇരട്ടിയേ കിട്ടുള്ളൂ. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ പ്രവർത്തിച്ചതിന് ചിലപ്പോൾ നിങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം കിട്ടിയേക്കാം. അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ഇരട്ടിപ്പിച്ചു തരും നിങ്ങളുടെ കർമ്മങ്ങൾ. സൂറത്തുർ റൂം അല്ലാഹു പറയുന്നു, വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അവർ മുദ്ഇഫൂൻ എന്നാ പറഞ്ഞത്. എന്താ മുദ്ഇഫ്? നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ നോട്ടരട്ടിപ്പിക്കുന്ന ആൾക്കാർ അല്ലേ? ആൾക്കാർക്ക് എത്ര പൈസ കൊണ്ടേ കൊടുക്കാൻ തരും നോട്ടരട്ടിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്ത്. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇരട്ടിപ്പിച്ചിട്ട് തരും. ഇങ്ങനെയുള്ള ആൾക്ക് കോടിക്കണക്കിന് ഉറുപ്പ്യ പോവും, അത് ഉറപ്പാ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ സക്കാത്തായിട്ട് കൊടുക്കുന്ന അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പൈസ അത് അള്ളാഹു വർദ്ധിപ്പിച്ച് ഇങ്ങനെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കും. ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവരാണ് ഇരട്ടിയാക്കുന്നവർ. നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ അത് ഇരട്ടിയായി. ഒരു ബേജാറും വേണ്ട. ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് പറഞ്ഞത്. തിജാറത്തല്ലൻ തബൂർ. ഒരിക്കലും ഇപ്പോ സൂറത്തു ഫാത്തിറിൽ കാണാം, വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. ഞാൻ അവർക്ക് നൽകിയതിൽ നിന്ന് അവർ പരസ്യമായും രഹസ്യമായും ചെലവഴിക്കും. അവര് യർജൂന തിജാറത്തല്ലൻ തബൂർ. ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് അവര് ആഗ്രഹിക്കുന്നത്. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചാൽ അത് അള്ളാഹു ഇരട്ടിയാക്കി. നമ്മൾ സൂറത്തുൽ ബഖറ 245 ആയത്തിലും പഠിച്ചിട്ടുണ്ട്, മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അവിടെ എണ്ണം പറഞ്ഞിട്ടില്ല. അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ, അതായത് അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചാൽ അതൊക്കെ അള്ളാഹു അവന്റെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ വരവെക്കും. എന്നിട്ട് അള്ളാഹ് പറയാണ്, പിന്നെ നിങ്ങൾ വന്നു നോക്കുമ്പോ നിങ്ങൾ ആകെ കുറച്ച് പൈസ ഇട്ടിട്ടുള്ളൂ, പക്ഷെ അത് നോക്കുമ്പോണ്ടല്ലോ ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ധാരാളമാക്കി വർദ്ധിച്ചു. ഇപ്പൊ എന്താണ് ഈ ആയത്തുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ പിശുക്കരുത്. പിശുക്കുന്ന ആൾക്കാർ പിശുക്കിയാൽ അതുകൊണ്ട് നേട്ടമുണ്ടാവും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ചെലവഴിക്കുമ്പോൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കരുത്. ഇത് രണ്ടുകൊണ്ടും നിങ്ങൾക്ക് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഹത്തിലും ഉപകാരം ഉണ്ടാകും, പരത്തിലും ഉപകാരം ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു അവന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പോൾ പിശുക്കുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കരുത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യരുത്. അത് നിങ്ങൾക്ക് നഷ്ടമേ വരുത്തി വെക്കുകയുള്ളൂ. സദഖല്ലാഹു സദഖ റസൂലുഹു വബല്ലഗ റിസാലത്തിഹി വനഹനു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ. നോദിയോക്കല്ലേ.